പ്രിയ ഹവിട്ടം ദൈവമേ എൻ്റെ ദേവി. ഞാൻ സത്യമായിട്ട് ഓർത്തില്ല അമ്മ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആന്ന്. അതെങ്ങനെ ഓർക്കാനാ? ഞാൻ ഓർക്കുന്ന പോലെ മോൾ ഓർക്കണമെന്നില്ലല്ലോ, ഞാൻ അമ്മയല്ലയോ. ഞാൻ ഡേറ്റ് ഓർത്തോണ്ടിരിക്കുക. സാധാരണ ഡേറ്റ് ആണല്ലോ നോക്കുന്നത്. ഡേറ്റ് ഇനി 6-7 ദിവസം ഇല്ലയോ മോളെ? ഇന്ന് മോടെ നാളാ. അല്ല, ബർത്ത്ഡേ ആയിട്ട് എന്തോ പരിപാടി? ഇന്നെന്തോ പരിപാടി? സദ്യ ഉണ്ടാക്കാമോ? സദ്യയോ പായസം വെക്കുവോ എന്തോ വേണമെങ്കിലും ചെയ്യാം. എന്നാ പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? അല്ല, മോളൊരു കാര്യം ചെയ്യ്, അവനോടൊന്ന് പറ. അവനൊന്ന് ലീവായിട്ടിരിക്കുമല്ലയോ, നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തോട്ടൊന്ന് പോവാം. ചേട്ടാ, ചേട്ടോ, ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, മോനെ എണീറ്റതേ ഉള്ളോ? മോനെ അവിടെ പുറന്നാളാ ഇന്ന്. ആണോ? പുറന്തനാൾ വാഴ്ത്തുക്കൾ മനേവി. അമ്മ പറയുന്നേ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോവാന്നാ. അതിന്റെ ആവശ്യം എന്ത്? അല്ല മോനെ, ആണ്ടിലൊരിക്കൽ വരുന്ന പിറന്നാളല്ലയോ, അവക്കും ആഗ്രഹമില്ലയോ നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തൊന്ന് പോകാം മോനെ. മോനെ അവധിയാണല്ലോ. അമ്മ ഞാനിന്ന് ലീവ് എടുത്തതിന് വർക്ക് ഓവർലോഡ് ആയതുകൊണ്ടാ. അപ്പൊ ഈ പുറത്തൊക്കെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകുമ്പോ നമുക്ക് റിലാക്സേഷൻ കിട്ടത്തില്ലേ? വേറൊരു ദിവസം വല്ലോ അമ്മ. ഇന്ന് വേറെ ദിവസം പിറന്നാൾ ഇന്നല്ലേ? എന്ത് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ? ഇന്നെന്റെ ബർത്ത്ഡേയാ, പിറന്നാൾ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എന്ത് പരിപാടി? എന്തെങ്കിലും പാർട്ടി വല്ലതും ഉണ്ടോ? ഞങ്ങൾ ഇന്ന് കറങ്ങണമെന്ന് വിചാരിക്കുക. കറങ്ങാൻ പോവാൻ പെട്ടുപോയി. അടിപൊളി. അല്ലേ, മറ്റേ കിൻഫ്രയുടെ ഫയൽ എന്ത് ചെയ്യും? കിൻഫ്രയുടെ ഫയല് ബാഗിനകത്തുണ്ട്. ഇങ്ങോട്ട് ഞാനങ്ങ് പോട്ടെ. ഞാൻ എടുത്തോണ്ട് വരണോ? അല്ല എടാ, ബാഗ് ഓഫീസിലാ. എടാ, ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഫയലാ. ഒരു കാര്യം ചെയ്യുന്നതിന് സെൽഫിന് താഴെ ഇരിപ്പില്ലേ, ഞാൻ എടുത്തോളാം. ഇല്ല, നീ പോയാൽ പറ്റത്തില്ല. അതെ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു 2 മണിക്കൂർ പരിപാടി ഉണ്ട്. അല്ലടാ, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. നിങ്ങൾ ബർത്ത്ഡേ പരിപാടി നടക്കട്ടെ. കുഴപ്പമില്ല, ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ വരാം. എടാ, ഒരു 2 മിനിറ്റ് പോരാവേ, റെഡി ആയിട്ട് വരട്ടെ. എടാ, അല്ല അപ്പം ബർത്ത്ഡേ പാർട്ടി എന്തോടാ കൊച്ചേ, നിനക്കൊരു ഔചിത്യബോധമില്ലയോ? ഒരു ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഉടനെ നീ ഉടനെ കയറി വന്നിരിക്കുന്ന ഒരു ഫയൽ ഉണ്ടാക്കാൻ. എന്തോ ഇത്, കഴിച്ചോ? കഴിച്ചു. എന്ത് പരിപാടിയാ ചേട്ടാ കാണിച്ചത്? ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നു എന്നെ? എനിക്ക് വിശന്നപ്പോൾ ഞാൻ കഴിച്ചു. അവളെ നോക്കിയിരിക്കാൻ പറ്റുമോ? അവൻ കഴിച്ചോ? കഴിച്ചു. അല്ലേലും എന്നിട്ട് ഭർത്താവിന്റെ സ്വഭാവം അങ്ങനെയാ. മോളൊരു കാര്യം ചെയ്യും, ഇരിക്കും, നമുക്ക് 2 കൂടെ കഴിക്കാം. എനിക്ക് വേണ്ട. വേണ്ടാണ്ട് അങ്ങോട്ടല്ലേ, എനിക്ക് വേണം, ഞാൻ കഴിക്കാൻ പോവാ. അതൊക്കെ മനസ്സിലായി. നീ അടുത്ത ആഴ്ച എനിക്ക് നോക്ക്. അതെ, ഉറങ്ങല്ലേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇല്ലേ പിന്നെ വിട്ടേരെ, പിന്നെ നോക്കാന്ന് പറ. എന്താ മോടെ മുഖമല്ലായിരിക്കുന്നേ? ഒന്നുമില്ല. മോക്ക് ഉറക്കമില്ലയോ? അയാളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ ഉറങ്ങുന്നേ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ ഇങ്ങോട്ടൊന്ന് ഇരുന്നേ. അമ്മേ, ഈ ചേട്ടനെ എന്നോടൊരു സ്നേഹമല്ല, ഒരു അടുപ്പും ഇല്ല. എന്തുവാന്ന് എനിക്കറിയത്തില്ല. എന്തോ നീ പറയുന്നത്? അവന് അടുപ്പമില്ലെന്നോ? അമ്മ കണ്ടില്ലയോ, കഴിക്കാൻ നേരം ഓഫീസിൽ പോകാൻ നേരം എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓർത്തത് പോലും ഇല്ല. പോട്ടെ, ഒന്ന് കറങ്ങാൻ പോലും കൊണ്ടുപോയില്ല. എന്തോ ചെയ്യാനൊന്ന് പറ. എന്നോട് വലിയ താല്പര്യമില്ല. എനിക്കങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് മോടെ തോന്നലായിരിക്കും. ഒരു തോന്നലുമല്ല. ഞാനൊരു നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ചെയ്യത്തില്ല, എന്നെ ഒന്നും വഴക്ക് പറയത്തില്ല, എന്നെ ദേഷ്യത്തിനൊന്നും നോക്കത്തു പോലുമില്ല. ഞാൻ ഇതൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതെന്താന്ന് അറിയാവോ? മറ്റേതില്ലാത്തത് കൊണ്ടാ.
എന്ത്? പൊസസീവ്നെസ്. അമ്മേ പൊസസീവ്നെസ്. എന്തെങ്കിലും ആയിട്ട് ആ കിണ്ണാമണിയാ. അതും ഇതുമായിട്ട് എന്തോ ബന്ധം? മോളെ മുമ്പേ മോള് പറഞ്ഞ ഇതുണ്ടല്ലോ, അത് മനസ്സിൽ അവനുണ്ടെങ്കിൽ മാത്രമേ മോളോടൊരു സ്നേഹം തോന്നത്തുള്ളൂ. അത് ചിലപ്പോൾ ശരിയായിരിക്കും. ഇവിടെ വരുന്ന ആ കൂട്ടുകാരൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം പോലും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നില്ല. എന്നെ അടിച്ചിറക്കാ കൂട്ടുകാരനെ ഇവിടുന്ന്. എൻ്റെ ഭർത്താവ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് വല്ലവൻ്റെ മെക്കിട്ട് ഞാനെന്തിനാ കയറുന്നത്? എന്നൊരു കാര്യം ചെയ്യും, മോൾ അവനെ ഒന്ന് പ്രേമിക്കാൻ. കൂട്ടുകാരനെ പ്രേമിക്കാനേ. അമ്മയ്ക്ക് എന്തോ അമ്മേ? മോളെ ഇന്ന് മോൾ ഇരിക്കുന്നത് പോലെ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ഇതുപോലെ നിരുന്നതാ. എൻ്റെ ഭർത്താവ് ഇതുപോലായിരുന്നു. ഞാൻ എന്തോ പറഞ്ഞാലും ഭയങ്കര ദേഷ്യം. ഞാൻ ഒരുപാട് കരഞ്ഞു, സഹിച്ചു, ക്ഷമിച്ചു. എന്നോടൊട്ടും സ്നേഹമില്ലാത്ത ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും എനിക്ക് തരത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. അയാളുടെ കൂട്ടുകാരനെ കയറി ഞാൻ അങ്ങ് പ്രേമിച്ചു. പ്രേമിച്ചോ? പ്രേമിച്ചല്ല, പ്രേമിച്ചതുപോലെ അഭിനയിക്കാൻ. നീ പോവണ്ണേ. അതിനെന്തുവാ? അപ്പ അത് കണ്ടപ്പം എൻ്റെ ഭർത്താവിന് അങ്ങോട്ട് ഇളക്കം തുടങ്ങി. ഇവൾ എന്നിൽ നിന്ന് കൈവിട്ട് പോകും എന്നുള്ള തോന്നൽ വന്നപ്പം ഞാൻ വരച്ച വരെ തന്നെ വന്നു. അവസാനം അങ്ങേരെ എന്നെ ചേർത്ത് പിടിച്ചു, കൂട്ടുകാരനെ ചവിട്ടി പുറത്താക്കി. അതുപോലെ മോളും അത് തന്നെ അങ്ങ് ചെയ്യുക. അതാ അമ്മ പറഞ്ഞത്. പ്രേമിക്കാനോ? യഥാർത്ഥത്തിൽ പ്രേമിച്ച കൊല്ലും നിന്നെ. രാക്ഷം കാണിക്കണം, എങ്കിൽ മാത്രമേ അവൻ നിന്റെ വരുതി വരുത്തുള്ളൂ. അറിയാവോ? എന്നാലും അതെ, നീ നാളെ മുതൽ മോളെ ഫൈറ്റ് അങ്ങ് തുടങ്ങാം. നിന്റെ ഭർത്താവ് നിന്റെ വരച്ച വരെ വരും. അപ്പോ കൊച്ചു പറയുന്നത് പ്രേമിക്കുന്ന പോലെ അഭിനയിക്കണം, അത്രേ ഉള്ളൂ. അഭിനയിക്കണം. അല്ല, അവനെ എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫല്ലേ, ഞാൻ കാണിക്കുന്ന ചെറ്റത്തരമല്ലേ? എൻ്റെ ചേട്ടാ എത്രയോ ചെറ്റകൾ ഇതിലും വലിയ ചെറ്റത്തരം കാണിക്കുന്നു, എന്നിട്ട് സർവൈവ് ചെയ്യുന്നില്ലേ? ചേട്ടൻ കുഴപ്പമില്ല, ഇതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അല്ല, നമ്മൾ ഈ അടുത്തിടപഴകുമ്പോഴൊക്കെ അവൻ എന്തെങ്കിലുമൊക്കെ തോന്നത്തില്ലേ? തോന്നാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നേ. തോന്നാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇങ്ങനെ തോന്നി പലരെയും വെട്ടിക്കൊന്ന ചരിത്രം ഉണ്ട് കേരളത്തിൽ. വെട്ടിക്കൊല്ലാൻ വരുന്നതിന് മുമ്പ് ചേട്ടൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് നമ്മളങ്ങ് തുറന്നു പറയും. അപ്പം പിന്നെ പ്രശ്നം തീർന്നില്ലയോ? അങ്ങനെയാണെങ്കിലേ എൻ്റെ ഓഫീസിൽ വേറൊരു സ്റ്റാഫുണ്ട്, അവനെ ഏർപ്പാടാക്കിയല്ലോ. വേണ്ട വേണ്ട വേണ്ട, എനിക്കോ ചേട്ടനാവുമ്പോൾ ഭയങ്കര വിശ്വാസമാണ്. അതാ പിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. വിശ്വാസമാണ് എല്ലാവർക്കും. ഓക്കെ അല്ലേ? ഡീൽ. എന്താ വിളിക്കാത്ത? ഒരു പഞ്ച്വാലിറ്റി ഇല്ല. എനിക്കുള്ള കോള. എന്താ ചേട്ടാ? എന്നാ നമ്പർ വിളിക്കാഞ്ഞേ? എപ്പോഴും അങ്ങ് ബിസിയാണല്ലോ. ഇവിടുത്തെ ചേട്ടനും അതുപോലെ തന്നെയാണ്. കഴിച്ചോ? കഴിച്ചില്ല? കഴിക്കണ്ടേ? കഴിക്കാം. എപ്പോഴോ? എനിക്കറിയത്തില്ല കേട്ടോ, സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കോ, പുറകെ വരും. നോക്കിക്കോ. വന്നില്ല. എന്തെന്നറിയോ, വെളിയിൽ ഭയങ്കര ചൂട്. ഞാൻ ഓറഞ്ച് കളർ, ചേട്ടനോ സെയിം പിച്ച് ഞാൻ. പിന്നെ കയ്യില്ല. അതെന്താണോ, രാത്രിയല്ലേ? പിന്നെന്തുകൊണ്ട് ആളെ ഓഫീസിൽ പോകാണ്ടിരിക്കണേ. എന്തുവാടാ? എൻ്റെ ഫോണോ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമല്ലയോ? നീ എന്തുവാ ഇവിടെ വന്ന് കട്ടുറുമ്പിന്റെ കൂട്ട് നോക്കി നിൽക്കുന്നേ? നീ പുസ്തകം വായിക്കുമല്ലയോ? നീ റൂമിൽ പോടാ, പോ. എന്നിട്ട് എന്തായി? എപ്പ എത്തി? അതൊരു 10 മിനിറ്റ് ആയി. നീ അമ്പലത്തിൽ വെക്കാൻ അമ്മ പറഞ്ഞു. ചേട്ടാ നീ ഉടനെ ഇങ്ങോട്ട് വന്നേ. എന്താണെന്നറിയാമോ ചേട്ടാ, അങ്ങോട്ട് നിന്നിരിക്കാവോ? ഒന്നിരുത്തേ അങ്ങോട്ട്. ഞാൻ അവിടെ ഇരിക്കാം. എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? അമ്മ എന്നെ തിരക്കിയോ? അമ്മ തിരക്കി. അമ്മ പ്രീതിക്ക് കുറച്ച് മുട്ടായൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്, സുഖമായിട്ടിരിക്കുവാന്നോ? അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചേ? അമ്പലത്തിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് എല്ലാം നല്ലത് വരുത്തണേന്ന് പ്രാർത്ഥിച്ചു.
ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതെന്ന് ആയിരിക്കും അറിയത്തില്ലയോ? അറിയത്തില്ല ഇഷ്ടമുള്ള ആരാന്ന്. മൊത്തം ടാൻ അടിച്ചല്ലോ, ഡള്ളായിരിക്കുന്നല്ലോ. ടാനടിച്ചെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. പോവില്ലേ? ഓ എന്തൊരു ചൂട്. പ്രീതിക്കല്ലേ ചൂടെടുക്കുന്നത്, എന്നെ എന്തിനാ വന്നേ? അവിടെ തണുത്ത ഇവിടെ തണുത്ത പോലെ. ഇതെന്താ? അയ്യോ എന്തൊരു ചൂട്, ഭയങ്കര ചൂട്. തായ്ക്കുന്നുണ്ടോ? കുടിക്കൊന്നും കിട്ടിയില്ല? ഇതുവരെ ഒന്നും കിട്ടിയില്ല. ജ്യൂസ് എടുക്കട്ടെ? എടുത്തോണ്ടോ ചേട്ടാ, ഒരു ജ്യൂസ് വിത്തൗട്ട് ഷുഗർ, ഹെൽത്ത് കോൺഷ്യസ് ആ. ഞാൻ എടുക്കാനോ? ചേട്ടൊന്ന് പറ, അമ്മ അടിച്ചെന്ന് പറ, ഒന്ന് ചെന്ന് പറ ചേട്ടല്ലേ. പിന്നെ വേഗം പോയിട്ട് പതുക്കെ വന്നാൽ മതി കേട്ടോ. ഞങ്ങൾ ബാൽക്കണി കാണും. അവിടെ ഭയങ്കര തണുപ്പാ, ഒരുപാട് നേരം തണുത്ത് വിറച്ചിരുന്ന് സംസാരിക്കാം. വാ. എങ്ങനെയുണ്ടമ്മേ ചുരിദാറ്? നല്ല ചുരിദാർ, മോക്ക് ഇണങ്ങുന്ന കളറ്. പക്ഷെ ഇത് പുറത്ത് കാണിക്കാൻ കൊള്ളാവോന്നൊരു സംശയം. അതെന്താ? അല്ല ഞാനാ പറഞ്ഞത്, നല്ല പറഞ്ഞേ. ഇത് വിട്ടോണ്ട് പോയ ആരും ഒന്ന് നോക്കും മോളെ. കൊള്ളാത്തോണ്ട്. ഇതെന്തുവാടി ഇത്? വേറെ ഡ്രസ്സൊന്നും ഇല്ലേ? ലാച്ച വാങ്ങിച്ചു തന്നിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ ലെഹങ്ക വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. സാരി ഇതിൻ്റെ എടുക്കാൻ? പിന്നെ എത്ര സാരിയാ അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുള്ള നീ? അമ്മയുടെ സാരി ഇരിക്കില്ലേ, എടുത്ത് കൊടുക്കും. അയ്യോ എനിക്കും മേടിച്ചു തന്നിട്ടുണ്ട് ഒത്തിരി സാരി. കാര്യമൊക്കെ പറഞ്ഞെങ്കിലും അപ്പോൾ അവൾക്ക് എടുത്ത് കൊടുക്കാം. എന്തേ ഡ്രസ്സൊക്കെ ചുളുങ്ങിയിരിക്കുന്നത്, തേച്ചില്ലയോ? ആ നീ ആ തേപ്പൊട്ടി മനസ്സിലാക്കിയില്ലയോ? ഞാൻ പറയുന്ന കാശ് കൊടുത്ത് മേടിക്കും, നീ നശിപ്പിക്കും. അതല്ല മോടെ പണി. ഇറങ്ങാം. റിസപ്ഷൻ പറഞ്ഞിട്ട് 7 മണി കൊണ്ട് 8 മണിയായി. പൊക്കോ, ഞാൻ ചാനലിൻ്റെ കൂടെ വന്നോളാം. ആ ചാനലിലൂടെ നീ എന്താ ഇവിടെ? അളിയ രാവിലെ മൂലം ഇവിടെ കിടന്ന് വിളിക്കുക. അളിയ കല്യാണത്തിനും എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ചെന്ന റിസപ്ഷന് കൊണ്ടുപോകാന്ന് വെച്ച്. എടാ ഞങ്ങളുടെ ബന്ധുവിന് കല്യാണമല്ലേ, നീ എന്തിനാ വരുന്നേ? അല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ലോകത്തെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളല്ലേ, എല്ലാവർക്കും ബന്ധമുണ്ട്. ഓൾ ഇന്ത്യൻസ് ആൻഡ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നല്ലേ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മളൊരു കാര്യം പോകുന്ന ഇഷ്ടമല്ലോ. ഞാൻ ഒരുപാട് സംസാരിക്കും, നിങ്ങൾ അധികം സംസാരിക്കത്തില്ലല്ലോ. ചേട്ടനാണെങ്കിൽ സംസാരിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പോക്കോളാം. പോവാം ചേട്ടാ, പോട്ടെ അമ്മേ. കാറിലാ കറുത്ത ഫിലിമൊക്കെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. കറുത്ത ഫിലിമല്ല, കാറേ കറുപ്പാ. പയ്യനെ, നീ പല്ലൊന്നും കടിച്ചു മുറിക്കാതെ. ഇടയ്ക്കത് ശ്വാസം മുട്ടൽ വല്ലതും ഉണ്ടോ? അമ്മ ഇത് കണ്ടില്ലയോ? കണ്ടു. അവൾ അവനെ കൊണ്ട് പോവും. അത് ഞാൻ കണ്ട്. അതല്ല, അവൾ അവനെയും കൊണ്ട് അങ്ങ് പൊയ്ക്കോളുവെന്ന്. അതെ, മനസ്സിലുള്ള സ്നേഹവേ പ്രകടിപ്പിക്കാനുള്ളതാ, അല്ലാതെ പത്തായത്തിലിട്ട് അടച്ചു വെക്കാനുള്ളതല്ല കേട്ടോ. ഡേർക്ക, നീ റിസപ്ഷന് പോകുന്നുണ്ടോ? എന്നാ പോടാ, അവിടെ കൂടെ തന്നെ പോ. പോടാ പോടാ പോ. ഓ ദൈവമേ, ഏത് നാടകം കളിച്ചാലും വേണ്ടിയില്ല, രണ്ടും കൂടെ ഒന്നിച്ചാൽ മതിയായിരുന്നേ ഭഗവാനെ. ഞാൻ ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ഈ രാത്രിയിലോ? പിന്നെ സെക്കൻഡ് ഷോ എന്ന് പറയുന്നത് നട്ടുച്ചയ്ക്ക് പോകുന്നതാണോ? എങ്ങനെ പോനാ? ചേട്ടനോടെ പോ. ഞാൻ ഉറങ്ങാൻ വരുന്നില്ല, ഉറങ്ങാൻ പോവാ. നിങ്ങൾ വരത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ മറ്റേ ചേട്ടനോടെ പോകും. ഏത് ചേട്ടൻ്റെ കൂടെ? ആ പ്രിയ, പോവാ. ഇവനോ? വാ, എനിക്ക് പോപ്കോൺ വാങ്ങിക്കണേ ചേട്ടാ. ഓ മേടിക്കാം. എവിടെ പോടാ? പറഞ്ഞല്ലോ സെക്കൻഡ് ഷോയ്ക്ക് പോവാന്ന്. അത് മനസ്സിലായി. ഇതിന്റെ അർത്ഥം എന്തുവാ? അർത്ഥമൊക്കെ അറിയാൻ റിവ്യൂ ചാനലൊക്കെ തുടങ്ങിയോ? എപ്പോഴായിരുന്നു? കോക്കിനെ പൊട്ടിക്കുവോ? നിർത്തറി. കുറെ നാളാണ് ഞാനത് കാണുന്നു, രണ്ടുകൂടെ കിടന്ന് കൊഞ്ചിക്കുഴയുന്നത്. നിന്റെ ഉദ്ദേശം എന്തുവാ? എന്തിനുള്ള പുറപ്പാടാ? ഒന്നിനുള്ള പുറപ്പാടല്ല. ഇഷ്ടപ്പെട്ടവര് ഒരുമിച്ച് കറങ്ങുന്നത് പുറപ്പാടാണോ? ഓ, ഇഷ്ടം തീരുമാനിച്ചില്ലയോ? ശരി, അപ്പൊ ജീവിച്ചിട്ടുണ്ട് ഇവിടെ. ഞാനെന്തും ഉണ്ടാവത്തില്ല ഇവിടെ. ഞാൻ പോവാ ഇവിടുന്ന്. അയ്യോ, സ്നേഹം ഉണ്ടായിരുന്നു എന്നോട്. പിന്നെന്താ പ്രകടിപ്പിക്കാനത്? ഇതേ ഞങ്ങൾ തമ്മിൽ കളിച്ചൊരു നാടകമായിരുന്നു. അപ്പൊ ഇത് നാടകമായിരുന്നോ? അത് മനസ്സിലായില്ലേ? ഇത്രയും കാണിച്ചിട്ട് മനസ്സിലായില്ലേ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്നോട് ഒരു സ്നേഹവും കാണിക്കാത്തത് കൊണ്ട് ഞാനൊരു നമ്പർ ഇട്ടതാ. വേറൊരാളെ സ്നേഹിക്കും, പൊസസീവ്നെസ് വർക്കൗട്ട് ആയിട്ട് നിങ്ങൾ തമ്മിൽ ക്ലാഷ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹം വരാൻ വേണ്ടി. ഇപ്പൊ മനസ്സിലായല്ലോ?
സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് സ്നേഹവും ശ്രദ്ധയും കിട്ടിയില്ലെങ്കിൽ എന്തുമാത്രം നോവ് മനസ്സിലുണ്ടാവുമെന്ന് അത് തന്നെ ഉള്ളൂ. ചേട്ടനെ വെറുതെ സംശയിച്ചല്ലോ. ചേട്ടൻ എന്റെ ബ്രദറിനെ പോലല്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യൂടാ, ചുമ്മാതെ. സോറി കേട്ടോ ദേഹത്തൊക്കെ തൊട്ടതിന്. സാരമില്ല. എന്നാ നിന്റെ ഓജസ്സും തേജസ്സും ഉള്ള പെണ്ണ്. എടാ ഞാൻ നിന്നെ എന്തൊക്കെയോ വിചാരിച്ചു, സോറിടാ. ഇനിയേ രണ്ടുപേരും നല്ല സ്നേഹമായിട്ടിരിക്കും, ഒരു പ്രശ്നവുമില്ല കേട്ടല്ലോ. ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ രണ്ടുപേരും പോടാ റൂമില്. ശരി വാ. എന്തോ ഉറങ്ങുന്നില്ലേ? എങ്ങനെ ഉറങ്ങാനാ? എന്നാലും എങ്ങനെ തോന്നില്ല നിനക്ക് ഇത്ര നാടകം കളിക്കാൻ? പിന്നെ അല്ലാതെ എന്നെ ഇത്ര നാൾ മൈൻഡ് ചെയ്തില്ലല്ലോ. എനിക്ക് കിട്ടാത്ത സ്നേഹം പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. കുറച്ച് കടന്നായി ഇപ്പോൾ കേട്ടോ. പെണ്ണുങ്ങളോട് വിളിച്ചാലേ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായോ? അമ്മയാണോ? ആ വൈകുന്നേരം വല്ലതും വന്നോ എന്തോ. ചേട്ടോ, ചേട്ടൻ പോയില്ലേ ഇതുവരെ? ഒരു നിമിഷം ഒന്നുമില്ല, എനിക്കൊന്ന് സംസാരിക്കാൻ പ്ലീസ്. എന്തോ ഏട്ടാ? മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കൊല്ലം തോന്നുന്നു. എനിക്ക് വണ്ടി ഓടിച്ച് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. അയ്യോ, താക്കോൽ ഇവിടാണോ? എന്നുവെച്ചാ എനിക്ക് നിന്നെ ഇഷ്ടമാ മോളെ. പോവല്ലേ? മോളെ നാടകം കളിച്ചായിരിക്കും. റിയലായിട്ട് നിന്നെ പ്രണയിക്കുമായിരുന്നു. നിന്റെ ഭാര്യയെ പ്രണയിച്ചൂടാ, പക്ഷെ പ്രണയിച്ചു പോയ മോളെ. വണ്ടി ഓടിക്കുമ്പോ നിന്റെ മുഖം എനിക്ക് മനസ്സിൽ ഓർമ്മ വണ്ടി വണ്ടിയുടെ പ്രകാശത്തിലിങ്ങനെ മാറി മാറി. എനിക്കറിയത്തില്ല മോളെ, ഞാനെങ്ങനെ പോയി കിടന്നുറങ്ങുമെന്ന്. ഞാനൊരു പ്രാർത്ഥനയായി പോകും. നിന്റെ അടിമയാവാൻ ഞാൻ എന്നെ കെട്ടുമോളെ. ഇതെന്റെ ചേട്ടൻ അറിയല്ലേ ദൈവത്തെ ഓർത്ത്. അവനെ കൊന്നിട്ടായാലും നമുക്ക് ജീവിക്കാൻ പോണ എനിക്ക് ധൈര്യമുണ്ട്. അളിയ എന്താടാ? എന്താടാ? ചേട്ടൻ എന്നെ ഇഷ്ടമാണ്. നാടകം കളിക്കുമെന്ന് പറഞ്ഞിട്ട് തലച്ചോറ് കൊണ്ട് നാടകം കളിക്കാം, പക്ഷെ ഹൃദയം അനുവദിക്കുന്നില്ലടാ. ഇവളത് കരളായി പോയി. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ചേട്ടാ, എന്നെ രക്ഷിക്ക്. നീ വന്നേ, ഇങ്ങോട്ട് വാടാ. നീ വന്നേ, അങ്ങോട്ട് ഇത്ര നോക്കുന്നു, ഇങ്ങോട്ട് വാ. ഇറങ്ങിക്ക്, നീ വന്നേ, എന്റെ കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ. എന്തോ പറ്റി മോളെ? എൻ്റെ പൊന്നമ്മ മൊത്തത്തിൽ പെട്ടിരിക്കുക. അമ്മ, ആ കൂട്ടുകാരൻ ചേട്ടൻ എന്നോട് പ്രേമോന്ന്. എനിക്ക് അന്നേരേ തോന്നി, നിന്റെ ഓവറായിട്ടുള്ള ആക്ഷനും പാവം എല്ലാം കണ്ടപ്പം. എടി, അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കണം, അത് ഓവറാക്കുമല്ല വേണ്ടുന്നത്. അത് പിന്നെ ശീലിച്ചു പോയമ്മേ. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ചേട്ടൻ സംസാരിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ ആവുന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പയ്യ. മോളെ, നീ ഇപ്പോൾ ഇരുന്ന പോലെ ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊന്നും ഇരുന്നതാ. അതെന്തോ അമ്മേ? ഞാൻ മോളോട് അന്ന് പറഞ്ഞില്ലയോ,
അങ്ങേരുടെ കൂട്ടുകാരൻ്റെ കാര്യം. അയാൾ ഇതുപോലെ എന്നെ കയറി അങ്ങ് പ്രേമിച്ചു. അയാളുടെ അസ്ഥിക്ക് കയറി അങ്ങ് പിടിച്ചു. അയ്യോ, അപ്പൊ അമ്മ അതെങ്ങനെ ഡീൽ ചെയ്തു? പറഞ്ഞു അമ്മ, എനിക്കിവിടെ അങ്ങനെ ഡീൽ ചെയ്യാനാ. അതെ, ഞാൻ ബുദ്ധിമതിയാ. ഞാൻ തറവാട്ടി പറഞ്ഞവളാ. ഞാൻ ബുദ്ധിപൂർവ്വം അങ്ങ് കൈകാര്യം ചെയ്തു. എങ്ങനെ? ഞാനും ആ കൂട്ടുകാരനെ കയറി അങ്ങ് പ്രേമിച്ചു. നമ്മളെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ മോളെ. എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ആ കൂട്ടുകാരനെ ഞാൻ കെട്ടി. ഹാപ്പിലി എവർ ആഫ്റ്റർ. അപ്പൊ അച്ഛനെന്തോ കുഴപ്പം? അപ്പൊ അച്ഛനൊന്നും പറഞ്ഞില്ലേ അമ്മ അച്ഛന്റെ കൂട്ടുകാരനെ സ്നേഹിച്ചപ്പം? ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിനക്കാല് മാറിപ്പോയി. നീയേ കണ്ടതിൻ്റെ കുഴപ്പമാ. നീ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക. എൻ്റെ ഭർത്താവ് ഇതുപോലായിരുന്നു. ഞാൻ എന്തോ പറഞ്ഞാലും ഭയങ്കര ദേഷ്യം. ഞാൻ ഒരുപാട് കരഞ്ഞു, സഹിച്ചു, ക്ഷമിച്ചു. എന്നോടൊട്ടും സ്നേഹമില്ലാത്ത ഒരു മനുഷ്യൻ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും എനിക്ക് തരത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. അയാളുടെ കൂട്ടുകാരനെ കയറി ഞാൻ അങ്ങ് പ്രേമിച്ചു. ഹാപ്പിലി എവർ ആഫ്റ്റർ. അപ്പോ അച്ഛനാ ആ കൂട്ടുകാരൻ. അമ്മയുടെ ആദ്യ ഭർത്താവ് എന്തിയെ? ആ